എൻ്റെ പേര് സിമി. ഞാൻ മൂവാറ്റുപുഴയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ മകനാണിത്, ആൽഫ്രഡ്. ഞാൻ ഉടമ്പടി എടുത്തത് ഒക്ടോബർ 2022 മകൻ്റെ പഠന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ മൂലമാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനിടയായത്. എൻ്റെ മമ്മിയും സിസ്റ്ററും ഉടമ്പടി എടുത്ത് അസാധ്യ കാര്യങ്ങളിലൊക്കെ സാധിക്കുന്നത് കണ്ട് അതിലൂടെയാണ് ഞാനിവിടെ വരുവാനായിട്ട് ഇടയായത്. മകൻ ചെറുപ്പം മുതലേ ഹൈപ്പർ ആക്ടിവിറ്റിയും അറ്റൻഷൻ പ്രശ്നങ്ങളും ഉള്ള കുട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ സ്കൂളിലെല്ലാം എപ്പോഴും ടീച്ചേഴ്സുമായിട്ട് പല കാര്യങ്ങളുമായിട്ട് സംസാരിക്കുകയും പരീക്ഷകളിലെല്ലാം വളരെ കുറഞ്ഞ മാർക്ക് കിട്ടിയതിൻ്റെ പേരിൽ എപ്പോഴും സ്കൂളുകളിൽ പോകേണ്ട ഒരു അവസരമായിരുന്നു ഉണ്ടായിരുന്നത്. 10ാം ക്ലാസ് വന്നപ്പോഴേക്കും ജയിക്കുക, നല്ല മാർക്ക് മേടിക്കുക എന്നൊരു അത്യാവശ്യമായി. അപ്പോൾ പല ട്യൂഷനുകളും അറേഞ്ച് ചെയ്തെങ്കിലും അവിടെയൊന്നും എന്താണ് പഠിപ്പിച്ചതെന്ന് ചോദിച്ചാൽ പോലും അവന് ശ്രദ്ധയുണ്ടായിരുന്നില്ല. കളിച്ച് നടക്കുക എന്നുള്ള ഒരേ ഒരു രീതിയിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അവസാനം ഹോം ട്യൂഷൻ വരെ അറേഞ്ച് ചെയ്തു. എങ്കിലും മോഡൽ എക്സാം വരെയും പല വിഷയങ്ങളിലും ജയിക്കാനുള്ള മാർക്ക് മോന് ലഭിച്ചിരുന്നില്ല. അപ്പോഴാണ് ഇവിടെ ഉടമ്പടി എടുത്ത് പ്രത്യേകമായി 10ാം ക്ലാസ്സിലെ പാസ്സാകുന്ന കാര്യം പ്രത്യേകമായി നിയോഗമായി സമർപ്പിച്ച് പ്രാർത്ഥിച്ചത്. അതിൻ്റെ ഫലമായിട്ട് പരീക്ഷാ സമയത്ത് ആൽഫ്രഡിന് കൂടുതൽ പഠിക്കാൻ ശ്രദ്ധ ലഭിക്കുകയും അവൻ കൂടുതൽ സമയം പഠിക്കുവാൻ വേണ്ടി കൂടെ ഇരുന്ന് പഠിക്കുകയും പരീക്ഷാ സമയത്ത് കാശുരൂപം കൊണ്ടുപോവുകയും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിട്ട് പോവുകയും തൈലം പൂശി പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തിരുന്നു. അതിൻ്റെ ഫലമായിട്ട് 10ാം ക്ലാസ്സിൽ 67% മാർക്കോടുകൂടി ജയിക്കുവാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ കമ്പ്യൂട്ടറായിരുന്നു മോന് ഇഷ്ടമുള്ള വിഷയം. അത് വളരെ കുറച്ച് സ്കൂളുകളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും അവിടെ തന്നെ ഒരു സ്കൂളിൽ അവൻ അഡ്മിഷൻ ലഭിക്കുകയും ഇഷ്ടവിഷയം എടുത്ത് പഠിക്കുവാനായിട്ടും സാധിച്ചു. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. അടുത്തതായി സാക്ഷ്യപ്പെടുത്തുവാനുള്ളത് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ആളുടെ കുടുംബ പ്രശ്നത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതായിരുന്നു. വൈഫ് എപ്പോഴും പുള്ളിക്കാരിയുടെ വീട്ടിൽ പേരൻസിനെ ശുശ്രൂഷിക്കുവാനൊക്കെ ആയിട്ട് എപ്പോഴും പോയിരുന്നു. കുടുംബകാര്യങ്ങളിലൊന്നും അധികം ശ്രദ്ധയൊന്നും ഉണ്ടായിരുന്നില്ല. അവർക്ക് മാതാവിൽ വിശ്വാസമുള്ളവരായിരുന്നില്ല. എങ്കിലും ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഞാനത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. 5ാമത്തെ പ്രാവശ്യം പുതുക്കിയപ്പോൾ അതിൻ്റെ ഫലമായിട്ട് പുള്ളിക്കാരി വൈഫിൻ്റെ ഫാദർ മരിച്ചു പോവുകയും അസുഖമായി കിടന്നിരുന്ന ആളാണ്. അതുകൊണ്ട് എല്ലാവർക്കും അമ്മയോടുകൂടി ഒരുമിച്ച് അവർക്ക് കുടുംബമായിട്ട് ഒന്നു ചേരുവാനായിട്ടും സാധിച്ചു. 3ാമതായിട്ട് സാക്ഷ്യപ്പെടുത്തുവാനുള്ളത് മോൻ്റെ കാലിലൊരു അലർജി ഉണ്ടായിരുന്നു. ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും സ്കിൻ അലർജി ആയിരുന്നു. അത് മാറിയുന്നില്ല. റഫായിട്ടുള്ളൊരു സ്കിന്നാണ് കണ്ടിരുന്നത്. അപ്പോൾ ആദ്യത്തെ ഉടമ്പടി എടുത്ത ഉടനെ തന്നെ ആ തൈലം പൂശി പ്രാർത്ഥിച്ചിരുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം അത് അപ്രത്യക്ഷമായി, കാലിലത് ഉണ്ടായിരുന്നില്ല. മാതാവിന് 1000 നന്ദി പറയുന്നു. പിന്നെ 4ാമതായി സാക്ഷ്യപ്പെടുത്തുവാനുള്ളത്, എനിക്ക് ഓഫീസിൽ 2 ആഴ്ച കൊണ്ട് പാസ്സാവേണ്ടിയിരുന്ന ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള സർട്ടിഫിക്കേഷനായിരുന്നു. അത് കുറേ പഠിക്കുവാനുണ്ടായിരുന്നു, പോർഷൻസ് പഠിക്കുവാനുണ്ടായിരുന്നു. എങ്കിലും കൂടുതലൊന്നും പഠിക്കുവാൻ സമയം കിട്ടിയില്ല. പല സാഹചര്യങ്ങൾ കൊണ്ട് പരീക്ഷ എഴുതുന്ന സമയത്ത് ഓരോ ഉത്തരവും മാതാവിനോട് പറഞ്ഞ് ഈ ഉത്തരം എഴുതിക്കോണേ എന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ പല സാക്ഷ്യങ്ങളിലും കേട്ടിട്ടുണ്ട്. അങ്ങനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ആദ്യത്തെ പരീക്ഷ എഴുതിയപ്പോൾ 1 മണിക്കൂറിന് ശേഷമാണ് എനിക്ക് അത് കണക്റ്റ് ചെയ്യാനായിട്ട് പറ്റിയത്. അത് ഓൺലൈൻ എക്സാം ആയിരുന്നു. ഞാൻ കേട്ടിട്ടുണ്ട് പലർക്കും മാതാവ് ഇടപെടുന്ന സമയത്ത് പല ബുദ്ധിമുട്ടുകളും ആദ്യം ഉണ്ടാകുമെന്ന് എന്ന്. അപ്പോൾ ഞാനത് മാതാവ് ഇടപെട്ടത് തന്നെയാണെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അങ്ങനെ 2 എക്സാമിനും നല്ല മാർക്ക് ലഭിച്ച്, പാസ് മാർക്ക് ലഭിച്ച് ആ സർട്ടിഫിക്കേഷൻ പാസ്സാകുവാനായിട്ട് സാധിച്ചു. പിന്നെ ഒരു കാര്യം കൂടിയുള്ളത്, ഞാൻ വിവാഹത്തിന് മുമ്പ് വരെ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചിരുന്ന ആളായിരുന്നു. ഒരുപാട് ധ്യാനങ്ങളൊക്കെ കൂടിയിരുന്നു. വിവാഹത്തിന് ശേഷം പല സാഹചര്യങ്ങൾ കൊണ്ട് കുട്ടികളുടെ കാര്യങ്ങൾ എല്ലാത്തിലേക്കും ശ്രദ്ധ പൂർണ്ണമായിട്ട് പോയി. അതിനുശേഷം ഒരു 17-18 വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നത്. ഉടമ്പടിയിലൂടെ എനിക്ക് വീണ്ടും പരിശുദ്ധ കുർബാനയിൽ സ്ഥിരമായിട്ട് പങ്കെടുക്കുവാനും അത് പ്രാർത്ഥനയൊക്കെ ചെറുപ്പം മുതലേ പഠിച്ചെന്ന് പ്രാർത്ഥനയൊക്കെ കൂടുതൽ തീക്ഷ്ണതയോടെ ചൊല്ലുവാനുമായിട്ട് ഇപ്പോൾ സാധിക്കുന്നുണ്ട്. സ്ഥിരമായി കുമ്പസാരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സാധിക്കുന്നു. അതിന് 1000 നന്ദി പറയുന്നു. ആത്മീയമായി കുടുംബത്തിലും ഒരുപാട് വളർച്ചയുണ്ട്. ആരെങ്കിലും ഒരാൾ എല്ലാ ദിവസവും തന്നെ കുർബാനയിൽ പങ്കെടുക്കുന്നു എന്നുള്ളൊരു രീതിയിലേക്ക് വന്നിട്ടുണ്ട്.
പിന്നെ ഒരു കാര്യം കൂടി, ഇതിൽ എഴുതാത്ത കാര്യം ഒരു കൂടി സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ ഒന്നാമത് പുതുക്കുവാൻ 15 വർഷത്തോളമായിട്ട് ഞാൻ വണ്ടിയൊക്കെ ഓടിക്കുന്ന ആളായിരുന്നു. എങ്കിലും ചെറിയ ഒറ്റ വണ്ടി പോകാവുന്ന വഴിയിലൊക്കെ ഓടിക്കാൻ എനിക്ക് എപ്പോഴും പേടിയായിരുന്നു. ഞാനെപ്പോഴും ഒരു കുരിശ് വരച്ചിട്ടാണ് ഓടിച്ചിരുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് വണ്ടി വരില്ലേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു. ഇവിടെ ആദ്യം പുതുക്കുവാനായിട്ട് വന്നപ്പോൾ ഇവിടെ റോഡ് പണിയായിട്ടും വണ്ടിയും കൊണ്ടുമാണ് എനിക്ക് വരാൻ സാധിച്ചത്. അമ്മയെയും എൻ്റെ കൂടെ വീട്ടിൽ സഹായിക്കുന്ന ചേച്ചിയെയും എല്ലാം കൊണ്ടുവന്നു. അപ്പോൾ അതിനുശേഷം എനിക്ക് ചെറിയ വഴികളിലൊക്കെ ഓടിക്കാനായിട്ട് നല്ല ധൈര്യം ലഭിച്ചു. ദൈവത്തിനും മാതാവിനും യേശുക്രിസ്തുവിനും 1000 നന്ദി.